ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു, പോസ്റ്റ് ആക്കാൻ പറ്റിയിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ സുബീസ്കരിക്കണം. സുബീസ്കരിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്ന ചായ കുടിക്കാൻ വേണ്ടി. ചായക്ക് ഇതാ നല്ല കായ് വാട്ടിയ മുട്ട പൊങ്ങിയ ചായ ഉണ്ടായത്. അതെനിക്ക് എൻ്റെ സ്വന്തം ബ്രാൻഡായ ലൂക്കോസ് എഡിഷൻ ഗുച്ചിയാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഗുച്ചി അടിച്ച് നേരെ പെരക്കുന്ന പുറത്തിറങ്ങി. രാവിലെ സമയം ഏകദേശം ഒരു 6 മണി 6:30 ഉള്ളിലാണ്. പ്രകൃതി രമണീയമായ ഈ പുഴ വരുന്നത് കോട്ടപ്പുറമാണ്. നല്ല വൈബിലെ സ്ഥലമാണ്. രാവിലെ തന്നെ ഹൗസ് ബോട്ടും അതുപോലെ നല്ല വൈബിലെ സ്ഥലമാണത്. അങ്ങനെ ഞാൻ വണ്ടിയുടെ നേരെ പോയി പടന്നക്കാട് നിന്ന് ജസീമിന്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ജസീമുണ്ട്, ആഷിഖുണ്ട്, അതുപോലെ അഫ്സലുണ്ട്. അങ്ങനെ വണ്ടിയെടുത്ത് നേരെ നമ്മൾ മാവുങ്ക ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ചാൾ പ്രാക്ടീസ് ആക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് സൺസ്ക്രീനെല്ലാം തേച്ച് നേരെ ഗ്രൗണ്ടിലേക്ക്. അങ്ങനെ ഗ്രൗണ്ടിൽ രാവിലെ തന്നെ കളി തുടങ്ങി. ഏകദേശം ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് കളി തുടങ്ങും. ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി കളിയാണ്. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ കളി നടക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. അങ്ങനെ ആ കളിയിൽ ഞാൻ 35 ബോളിൽ 76 റണ്ണും അടിച്ച് മാൻ ഓഫ് ദി മാച്ചും തൂക്കി. കളിയും ജയിച്ചിട്ട് നമ്മൾ അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് നേരെ പുരയിലേക്ക് പോയി. പെരക്കെത്തി അങ്ങനെ കുറച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉപ്പ പറഞ്ഞ് കറിക്കൊന്നും ഇല്ല, മീൻ വാങ്ങാൻ പോകണം. അങ്ങനെ ഉപ്പാനെയും കൂട്ടി അമ്മീനെയും കൂട്ടി നേരെ പോയി പടന്നക്കടയ്ക്ക് മീൻ വാങ്ങാൻ വേണ്ടി. മീൻ മാഷാൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഏത് തരം മീൻ വേണമെങ്കിലും. അങ്ങനെ അവിടുന്ന് കുറച്ച് മീനും വാങ്ങി ഉപ്പാനെ പെരയിലാക്കി. അത് കഴിഞ്ഞിട്ട് നീലേശ്വരം പോയി ഒരു ലൈമോ അടിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ലത്തീഫിന്റെ കുഞ്ഞിന്റെ പരിപാടി, അതായത് ക്രേഡൽ സെറമണിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നേരെ ബിരിയാണി കഴിച്ചു. നല്ല കിടിലം ബിരിയാണിയും ബീഫാണ് ഉണ്ടായത്. അപ്പൊ അതും കഴിഞ്ഞ് ആഷിക്കിനെയും കൂട്ടി നേരെ വിട്ട് കാഞ്ഞങ്ങാട് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളും ഉമ്മ സാധനം വാങ്ങാൻ കാഞ്ഞങ്ങാട് തന്നെ. അപ്പൊ അവരെ പിക്ക് ചെയ്യണം. ഓക്കാൻ വരുന്ന സമയത്ത് നല്ലൊരു കിടിലം ഒരു വാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാച്ചിന് സൈസ് കുറച്ച് വലുതായിരുന്നു. അപ്പൊ അങ്ങനെ ചെറുതാക്കി അവിടെ വാച്ച് ഷോപ്പ് കൊടുത്ത് അങ്ങനെ ചെറുതാക്കി അങ്ങനെ നേരെ പെർക്ക് വന്ന് അവരെ അടക്കി വെച്ച് ഞാൻ നേരെ. അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.